വണ്ടി ടൊയോട്ട കോളിസ് 2002 മോഡൽ വണ്ടിയാണ്. ഇത് കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ തമിഴ്നാട് വണ്ടിയാണ്. കംപ്ലൈൻറ്റ് പറഞ്ഞാൽ ഫ്രണ്ട് സസ്പെൻഷൻ, അതുപോലെ തന്നെ ടൈമിംഗ് ബെൽറ്റ്, ഹീറ്റർ പ്ലഗ് ഇത്രയും ചെക്ക് ചെയ്യാനാണ് വന്നിരിക്കുന്നത്. അതുപോലത്തെ ക്ലച്ചും ഇതിനകത്ത് വർക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതിൽ നോക്കിയപ്പോൾ ഫ്രണ്ടിലെ 2 സസ്പെൻഷൻ ഷോക്ക് കംപ്ലൈൻറ്റ് ഉണ്ട്. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് റാക്ക് ഹെവി ആയിട്ട് അടിയുണ്ട്. നമ്മൾ പഴിച്ച് പിരിച്ചുകൊണ്ടിരിക്കണം. അതിൻ്റെ റാക്കിൻ്റെ ബുഷ് നമുക്ക് കടഞ്ഞിടേണ്ടി വരും. നോർമലാണ്, പവർ സ്റ്റിയറിംഗ് അല്ല, നോർമലാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബുഷ് കടഞ്ഞിടാൻ പറ്റും. അപ്പോൾ അത് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ക്ലച്ച് സെറ്റ് എന്തായാലും മാറണം. ക്ലച്ച് സെറ്റിന് ഈ ഭാഗത്ത് കംപ്ലീറ്റ് ഓയിൽ ലീക്കും ഉണ്ട്. നമുക്ക് ഗിയർ ബോക്സ് അഴിക്കുന്ന സമയത്ത് ഗിയറിൻ്റെ ടോപ്പ് കേസ് അഴിച്ചതിന് ശേഷം നമുക്ക് ഫുള്ളായിട്ട് എന്താ പറയുക സീലൊക്കെ ചെയ്ത് കറക്റ്റാക്കാം. പിന്നെ അതുപോലെ തന്നെ ആക്സിൽ ഓയിൽ സീൽ ലീക്ക് ഉണ്ട്, ഹെവി ആയിട്ട് ഓയിൽ ലീക്ക് ആകുന്നുണ്ട്. അപ്പോൾ ആക്സിലിൻ്റെ ഓയിൽ സീൽ മാറ്റണം. ഹാൻഡ് ബ്രേക്ക് ഒട്ടും തന്നെ വർക്ക് ആകുന്നില്ല. അപ്പോൾ ഹാൻഡ് ബ്രേക്ക് നമുക്ക് ഇതിനകത്ത് ചെയ്യാനുണ്ട്. അപ്പോൾ ടൈം ബെൽറ്റ് ഇനിയിപ്പോൾ നമുക്ക് നോക്കാനുള്ളത് എഞ്ചിൻ റൂമിൽ ടൈമിംഗ് ബെൽറ്റ് നോക്കാനുണ്ട്. അത് നമുക്ക് സാധ്യതയ്ക്ക് ശേഷം ടൈം ബെൽറ്റിൻ്റെ അവസ്ഥ എന്താണെന്ന് എഞ്ചിൻ റൂമിൽ ഉള്ള പരീക്ഷ ചെയ്യുന്നുണ്ട്. മറ്റേ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇറക്കിയതിന് ശേഷം ടൈം ബെൽറ്റിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് നോക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. ടൈം ബെൽറ്റ് മാറണമെന്നുണ്ടെങ്കിൽ 4000 ചില്ലാൻ രൂപ വരെ വരുന്നുണ്ട് റേറ്റ്. നല്ല റേറ്റാണ് വരുന്നത്. എന്തായാലും എനിക്ക് താത്തിയിട്ട് നോക്കാം. അപ്പോൾ ഇതാണ് പോളിഷിൻ്റെ റാക്ക് വരുന്നത്. നമ്മൾ കംപ്ലീറ്റ് പിരിച്ച് വെച്ചിട്ടുണ്ട്. സാധാരണ നമ്മൾ നോർമൽ വരുന്ന പോലത്തേന് ഡാമ്പർ കിറ്റ് കാര്യങ്ങളെല്ലാം വരും. ഇതാണ് ഇതിൻ്റെ ബുഷ് വരുന്നത്. ഇവിടെയാണ് ഷെയ്ക്ക്. നേരത്തെ അവർ കടഞ്ഞിട്ടിട്ടുണ്ട്, പക്ഷേങ്കിൽ നല്ല ഷെയ്ക്ക് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊന്നുകൂടെ ഇത് ബുഷ് കടഞ്ഞിടണം. അപ്പോൾ നമ്മുടെ കോളിസിൻ്റെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആ ക്ലച്ചിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലച്ചിൻ്റെ മറ്റേ ക്ലച്ച് പ്ലേറ്റിലെ സ്പ്രിങ് കംപ്ലീറ്റും പുറത്ത് ചാടിയ പ്രഷർ പ്ലേറ്റിലൊക്കെ മുട്ടി നിൽക്കുമായിരുന്നു. അങ്ങനെയാണ് നമുക്ക് ആ പെഡൽ അത്രത്തോളം ടൈറ്റ് വന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രഷർ പ്ലേറ്റ് അപ്ലൈ ചെയ്യുന്ന ഭാഗത്താണ് ഈ സ്പ്രിങ് വീണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ അമർത്തുമ്പോൾ ഈ സ്പ്രിങ്ങും അവിടെ കിടക്കുന്നുണ്ട്. ആ ഒരു ലോഡാണ് നമുക്ക് കാലിലേക്ക് അത്രത്തോളം കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ക്ലച്ച് സെറ്റ് കംപ്ലീറ്റ് ആയിട്ട് മാറി ലൂക്കിൻ്റെയാണ് ഇട്ടിരിക്കുന്നത്. ക്ലച്ച് റിലീസ് ബെയറിംഗ് ഞാൻ NSKയുടെ ആണ് ഇതിനകത്ത് കയറ്റിയിരിക്കുന്നത്. പിന്നെ ആ സ്റ്റിയറിങ്ങിൻ്റെ റാക്കിൻ്റെ ബുഷ് നമ്മൾ ഇതിനകത്ത് കടഞ്ഞിട്ടുണ്ട്. ചെറിയൊരു ടൈറ്റ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട് മാനുവൽ ആയതുകൊണ്ട്. പക്ഷേ അതിന് കുറച്ച് ഓടുമ്പോൾ അത് കറക്റ്റ് സെറ്റ് ആയിക്കോളും. പിന്നെ ചെയ്തത് ഫ്രണ്ടിലെ ഷോക്ക് 2 മാറി. പിന്നെ ടൈമിംഗ് ബെൽറ്റ് മാറിയിട്ടുണ്ട്. ടൈം ബെൽറ്റ് നേരത്തെ കിടന്ന് പറഞ്ഞാൽ പക്ക വീക്കായിരുന്നു. മറ്റേ തേഞ്ഞ് ആകെ അലങ്കോലയെ കിടക്കായിരുന്നു. പിന്നെ ടൈം ബെൽറ്റ് നമ്മൾ ഒറിജിനൽ ടൈം ബെൽറ്റ് ഇതിനകത്ത് കയറ്റിയിട്ടുണ്ട്. എനിക്ക് വർക്കിംഗ് വീഡിയോ എനിക്കൊന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം എന്താ വെച്ചാൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അതുകൊണ്ട് എനിക്കും തന്നെ ഒഴിവ് കിട്ടുന്നില്ല. എനിക്ക് വണ്ടി ഓടിച്ചു നോക്കാനും കസ്റ്റമർ ഡീൽ ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങളും പിന്നെ വണ്ടിയുടെ വർക്കുകളും കാര്യങ്ങളൊക്കെ അങ്ങനെയായിട്ട് പോകുമ്പോൾ വീഡിയോ എനിക്ക് ഫുള്ളായിട്ട് എടുക്കാനും പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഷോർട്ടായിട്ട് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ നമുക്കുണ്ടായിരുന്ന വർക്കുകൾ ഇത്രയായിരുന്നു. ഇനിയിപ്പോൾ ചെറിയൊരു വർക്കുകൾ എന്ന് കഴിഞ്ഞാൽ നമ്മൾ സൈലൻസർ പാക്കിങ് ഇട്ടിട്ടുണ്ട്. പക്ഷേങ്കിൽ എന്നാലും സൗണ്ട് അത് ക്ലിയർ ആയിട്ടില്ല സൈലൻസറിൻ്റെ. അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് പക്കയായിട്ട് ക്ലിയർ ആക്കി കൊടുക്കണം. പിന്നെ ബാക്കി പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് ഈ ഷോക്ക് 2 മാറ്റി, സ്റ്റാർ ജോയിൻറ്റ് മാറ്റി, പിന്നെ അതിൽ വരുന്ന ഗിയറിൻ്റെ ടോപ്പിൽ വരുന്ന ബുഷ് മാറ്റി, അങ്ങനെ ചെയ്യുന്ന ഭാഗമായി ബന്ധപ്പെട്ടുള്ള വർക്കുകളാണ് പിന്നെ ബാക്കിയെല്ലാം ചെയ്തത്. ബാക്കി മെക്കാനിക്കൽ കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരുന്നു, കുഴപ്പമില്ല. പിന്നെ ഹാൻഡ് ബ്രേക്ക് തീരെ ഇല്ലായിരുന്നു. ആ ഹാൻഡ് ബ്രേക്ക് കേബിൾ നമ്മൾ മാറ്റി സെറ്റ് ആക്കിയിട്ടുണ്ട്. ഹാൻഡ് ബ്രേക്ക് തീരെ നിൽക്കില്ല, വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെഡായിരുന്നു. അത് വെച്ചാൽ കേബിൾ പൊട്ടി നിൽക്കുമായിരുന്നു. പിന്നെ അത് നമ്മൾ കേബിളൊക്കെ മാറ്റി ഹാൻഡ് ബ്രേക്കൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ഓക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ സൈലൻസറിൻ്റെ സൗണ്ട് മാത്രം നമുക്ക് ക്ലിയർ ചെയ്യാനുണ്ട്. ഒന്നുകൂടെ മെക്കാനിക്കൽ വർക്ക് ഒന്നുകൂടെ പെർഫെക്റ്റ് ആക്കാനുണ്ട്. പക്ഷേങ്കിൽ കസ്റ്റമർ പേയ്മെൻറ്റിൻ്റെ ചെറിയൊരു ഇഷ്യൂ കൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. പിന്നെ കസ്റ്റമർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഹീറ്റർ പ്ലഗിൻ്റെ ലൈൻ എന്താ വെച്ചാൽ ഇപ്പോൾ സെപ്പറേറ്റ് ഒരു ഹീറ്റിങ്ങിൻ്റെ സ്വിച്ച് വെച്ചിട്ടാണ് ലൈൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് മാറ്റി ഡയറക്റ്റ് ആക്കണമെന്ന് പറഞ്ഞു. പക്ഷേങ്കിൽ ഇലക്ട്രിക് ആയതുകൊണ്ട് ഇലക്ട്രിക് നമ്മൾ പുറത്താണ് കൊടുക്കുക. വലിയ ഇലക്ട്രിക് വർക്ക് ഇതുപോലെ വണ്ടികളൊക്കെ സെൻസറൊക്കെ നമ്മൾ തന്നെ ചെക്ക് ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷേങ്കിൽ ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ നമ്മൾ സ്റ്റാർട്ടർ മോട്ടർ, അതുപോലെ ഓൾട്ടർനേറ്ററിൻ്റെ വർക്കിങ്, അങ്ങനെ ഇതുപോലെയുള്ള വർക്കുകളൊക്കെ നമ്മൾ പുറമെ കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതും കൂടെ ഒന്ന് വെളിയിൽ കൊടുത്ത് വർക്ക് ചെയ്യിപ്പിക്കണം. ബാക്കി എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. വണ്ടിയും അതുപോലെ തന്നെ നേരത്തെക്കാളും നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. ക്ലച്ചൊക്കെ പണിതപ്പോൾ തന്നെ ക്ലച്ച് പെഡലും ഫ്രീ ആയി. ക്ലച്ച് പെഡലിൻ്റെ അവിടെ നിന്നൊരു ചെറിയൊരു സൗണ്ട്, അത് നമുക്ക് WD-40 അടിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്ത ഭാഗമെല്ലാം പക്ക നീറ്റായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.